എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വീസ്റ്റേൺ ബ്രിഡ്ജ്. വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കിർച്ചോഫ് റൂൾസ് ഉണ്ടല്ലോ, കിർച്ചോഫ് റൂൾസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീസ്റ്റേൺ ബ്രിഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് വീസ്റ്റേൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിയേ, വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 റെസിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? R1, R2, ദെൻ R3, R4. 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ എക്കും സിക്കും എക്രോസ് ആയിട്ട് നമ്മളിവിടെ ഒരു സെല്ല് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ബി ഡി ഉണ്ടല്ലോ, ഈ 2 പോയിന്റും എക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഇടയിലായിട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സെല്ലിലൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കറണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ടാണ്. ഈ ഐ കറണ്ട് ഈ ഒരു പോയിന്റിൽ എയിൽ വെച്ച് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതായത് R1 കൂടെ പോകുന്ന കറണ്ട് I1ഉം അതുപോലെ തന്നെ R2 കൂടെ പോകുന്ന കറണ്ട് I2 ആവും. അത് പിന്നെ ഈ ഒരു പോയിന്റിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യും. I4 ആയിട്ട് പോകും, R4 കൂടെ I4 ആയിട്ട് പോകും. ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏതാണ്? IG ആണ് ഗാൽവനോമീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതുപോലെ തന്നെ I3, R3 പോകുന്ന കറണ്ട് ഏതാണ്? I3 ആണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ ജോയിൻ ചെയ്ത് സിയിൽ ജോയിൻ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഓരോന്നിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഗാൽവനോമീറ്റർ ഉണ്ട്, അതിലും കൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ബാലൻസിങ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. അതായത് ഈ ഒരു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട്, അതായത് IG, ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ടാണ് IG എന്ന് പറഞ്ഞിരിക്കുന്നത്. IG ഈസ് ഈക്വൽ ടു 0. ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് 0 ആകുമ്പോഴാണ് ഈ ബ്രിഡ്ജ് നമ്മൾ ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കുമ്പോൾ നമ്മളിവിടെ കിർച്ചോഫിന്റെ 2 റൂൾ ഉണ്ടല്ലോ. അതായത് ഏതൊക്കെയാണ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ജംഗ്ഷൻ റൂൾ. ഒരു റൂൾ ഏതാണ്? ജംഗ്ഷൻ റൂള്. രണ്ടാമത്തെ റൂൾ ഏതാണ്? ലൂപ്പ് റൂൾ. ഈ 2 റൂളും നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷനിലായിരിക്കുമ്പോൾ നമ്മൾ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യമേ ജംഗ്ഷൻ റൂള് ഇതാ നോക്കിയേ. ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ജംഗ്ഷനിലും അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ജംഗ്ഷനിലും നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുവാണ്. എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? the current, the algebraic sum of the current entering a junction that is equal to the algebraic sum of the current leaving at a junction. അല്ലേ? അപ്പൊ അത് ഈ ഒരു ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജംഗ്ഷൻ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. ദെൻ അവിടുന്ന് പോകുന്ന കറണ്ട് ഏതാണ്? I4 ആണ്. അപ്പൊ അത് 2 ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? I2 ഈസ് ഈക്വൽ ടു I4 എന്ന് പറയാം. മനസ്സിലായല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഡി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. ഡിയിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? I1 ആണ്. അവിടുന്ന് പോകുന്ന കറണ്ട് ഏതാണ്? I3 ആണ്. ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? I1 ഈസ് ഈക്വൽ ടു I3 എന്ന് നമുക്ക് എഴുതാം. ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്? ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നമ്മുടെ ലൂപ്പ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. ലൂപ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ലൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ എഴുതാം ABDA. മനസ്സിലായല്ലോ? അതായത് ഇത് ഇങ്ങനെ പോവും, ദെൻ ബിയിൽ വരും, ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ടല്ലോ ഇങ്ങനെയാണ് ലൂപ്പ്. ഈ ഒരു ലൂപ്പ് കേട്ടോ, ഇതാണ് നമ്മുടെ ലൂപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? algebraic sum of the product of the current and resistance in a closed circuit is equal to 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ algebraic sum of the voltage, അല്ലേ? വോൾട്ടേജ് അറ്റ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ലൂപ്പ് റൂൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ലൂപ്പിൽ, അതായത് ABDA എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലൂപ്പിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? AB അല്ലേ? അപ്പൊ അവിടുത്തെ കറണ്ടും റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? I2 R2 ഇല്ലേ? പിന്നെ ഇങ്ങനെ വന്നു. ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്ററിലെ കറണ്ട് ഏതാണ്? IG ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് എഴുതാം, ദാറ്റ് ഈസ് IG ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ G ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ പിന്നെ ഇങ്ങോട്ടാണ് പോകുന്നത്, അല്ലെ? ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് ഇവിടെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് വരും. ദെൻ എങ്ങനെയാണ്? I1 R1 ഈസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞു IG ബാലൻസിങ് കണ്ടീഷൻ ഏതാണ്? IG ഈസ് ഈക്വൽ ടു 0 എന്നല്ല പറഞ്ഞത്. അപ്പം ഈ ഒരു ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇല്ല? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? I2 R2 ഇവിടെ 0 ആയിട്ട് വരും. 0 വരും. ദെൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇതിവിടെ മൈനസ് അല്ല എടുക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു I1 R1 എന്ന് എഴുതാം. I2 R2 ഈസ് ഈക്വൽ ടു I1 R1. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ അടുത്ത ലൂപ്പ് നോക്കിയാൽ BCDA ഉണ്ടോ? BCDA എന്ന് പറയുന്ന ആ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. നോക്കുക, BCDA എന്ന് പറയുന്ന അവിടെ നമ്മൾ ലൂപ്പിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു.
അപ്പൊ എങ്ങനെ വരും? ഇതാ നോക്കിയേ, ബി ആണ്. ദാ ബിയിലും സിയിലും വരുന്ന ഏതാണ്? I4 അല്ലെ? I4R4. ഇതാ ഇങ്ങനെ വന്നു. I4R4 എവിടെ നോക്കി? ഇവിടെ വരുമ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അല്ലെ? കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മൈനസ് വരും. -I3R3. ദെൻ ഇങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ട് പോകുമ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം IG ക്യാപിറ്റൽ G ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ? ദെൻ I4R4 അവിടേക്ക് IG വാല്യൂ ഇതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് അത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു I3R3. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കണ്ടായിരുന്നു, ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടായിരുന്നു I2 ഈസ് ഈക്വൽ ടു I4 ആണ്, I3 ഈസ് ഈക്വൽ ടു I1 ആണ്, അല്ലെങ്കിൽ I1 ഈസ് ഈക്വൽ ടു I3 ആണെന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. I4ന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ദാ I2 കൊടുക്കാം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? I2R4 ഈസ് ഈക്വൽ ടു ഇവിടെ I3ക്ക് പകരം നമ്മൾ I1 കൊടുത്തു. അപ്പം I1R3. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണ്. 1 എന്ന് പറഞ്ഞാൽ I2R2 ആണ്. I2R2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് I2R4 ആണ് വരുന്നതല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ I1R1 ഡിവൈഡഡ് ബൈ I1R3. ക്ലിയർ ആയല്ലോ? രണ്ട് സൈഡിലും രണ്ടിടത്തും എന്താണ്? I2 ഉണ്ട്, ഇവിടെ I1 ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരും? R2/R4 ഈസ് ഈക്വൽ ടു R1/R3 എന്ന് വരും. R2/R4 ഈസ് ഈക്വൽ ടു R1/R3. അപ്പൊ ഇതാണ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. ഇതാ നോക്കിയേ, R2 ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ആ രീതിയിലേക്ക് ഞാൻ എഴുതുവാണേ. R2 ഈ R4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, R1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം R2/R1 ഈസ് ഈക്വൽ ടു ഈ R4നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം R4/R3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ ഏതാണ്? ഇതാണ്. R2/R1 ഈസ് ഈക്വൽ ടു R4/R3. R2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇത് അല്ലേ? R2/R1 ഈസ് ഈക്വൽ ടു R4/R3. ദിസ് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ എ വീസ്റ്റേൺ ബ്രിഡ്ജ്. മനസ്സിലായല്ലോ? അപ്പം വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ ഇതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് R4ന്റെ വാല്യൂ അറിയാൻ മേലാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയാണെങ്കിൽ R4ന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? R4നെ അവിടെ നിർത്തുക, ഇതിനെ ഗുണിക്കാമല്ലോ. അതായത് R2/R3 ഡിവൈഡഡ് ബൈ എന്ത് വരും? R1 എന്ന് വരും. അപ്പൊ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസും ഇതുവഴി കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് വീസ്റ്റേൺ ബ്രിഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഈ ബാലൻസിങ് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഏതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്? കിർച്ചോഫ് റൂൾസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം എഴുതാൻ ചോദിച്ചാൽ, ഡെറിവേഷൻ എഴുതാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യമേ നിങ്ങൾ ഫിഗർ വരയ്ക്കുക കേട്ടോ. ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കുക. ഈ കറണ്ടിനൊക്കെ ഡയറക്ഷൻ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ പറയുക ഇന്റേണൽ റെസിസ്റ്റൻസ്, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അത് 0 ആക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ബാലൻസിങ് കണ്ടീഷൻ, ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? IG ഈസ് ഈക്വൽ ടു 0 ആണ്. ഗാലനോമീറ്റർ കറണ്ട് എന്ന് വെച്ചാൽ 0 ആണ്. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവിടെ നമ്മൾ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്യുന്നുണ്ട്. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം I2 ഈസ് ഈക്വൽ ടു I4 എന്ന് വരും. അതുപോലെ തന്നെ I1 ഈസ് ഈക്വൽ ടു I3 എന്ന് വരും. പിന്നെ നമ്മൾ ലൂപ്പ് റൂൾ, 2 ലൂപ്പ് ഉണ്ട്. ആ 2 ലൂപ്പിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാലൻസിങ് കണ്ടീഷൻ ഫോർ എ വീസ്റ്റേൺ ബ്രിഡ്ജ്. വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഈ രീതിയിൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ വീസ്റ്റേൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. കിർച്ചോഫ് റൂൾ ചോദിക്കും, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിറൈവ് ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് ചോദിക്കാം. ക്ലിയർ ആയാലും ഇത്രേ ഉള്ളൂ. അധികം സ്റ്റെപ്പുകളൊന്നുമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് തന്നെ 1-2 പ്രാവശ്യം എഴുതി നോക്കിയാൽ കിട്ടിക്കോളും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.